ഇലക്ട്രോപോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു റിവ്യൂ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്ത 5.1 ആംപ്ലിഫയർ വരുന്നത്. ഇതൊരു 5.1 റിമോട്ട് കിറ്റ് ബേസ്ഡ് ആംപ്ലിഫയർ ആണ്. മെയിനായിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാനൽ ചെയ്തെടുത്തിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഒരു 3mm തിക്നെസ് കൂടിയ നല്ല ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യമായി ഫ്രണ്ട് പാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു മാസ്റ്റർ വോളിയമാണ്, അതുപോലെ ഒരു സബ് വോളിയം, പിന്നെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പകാരി കമ്പനിയുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൊഡ്യൂളാണിത്. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സൽ ഓഡിയോസ് എന്ന കമ്പനിയുടെ ഒരു 5.1 റിമോട്ട് കിറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അടുത്ത അതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്നത് SRC സോക്കറ്റാണ്. ഇത് നമ്മുടെ 5.1 റിമോട്ട് കിറ്റിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു SRC സോക്കറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു DVD ഇൻപുട്ട് മെൻഷൻ ചെയ്ത ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കൂളിംഗ് ഫാനും അതിൻ്റെ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ കണക്ടറാണ് വരുന്നത്. സബ് ചാനലും അതുപോലെ സെൻറ്റർ ചാനലും ഒരു സ്പീക്കർ കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, അതുപോലെ സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് എന്നിങ്ങനെയുള്ള സ്പീക്കർ കണക്ടർ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു AC കോഡാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഫ്യൂസ് ഹോൾഡർ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 5.1 ആംപ്ലിഫയർ സെയിം മോഡലിൽ തന്നെ ചെയ്തെടുക്കുകയുണ്ടായി. സെയിം റിമോട്ട് കിറ്റും അതുപോലെ സെയിം ബോർഡും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മാറ്റം വരുത്തിയെന്ന് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് 2 ട്രാൻസ്ഫോമറുകളാണ്. 27027 ഒരു 7 ആംപിയറിലും അതുപോലെ അതിൻ്റെ കൂടെ ഒരു 12012 ടാപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു 3 ആംപിയറിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ 27027 അതിൽ ഉപയോഗിച്ചിരിക്കുന്ന 52001943 ഡ്യുവൽ പെയർ മോണോബോർഡിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 5 ചാനലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് 12012 ഒരു 8 ആംപിയർ ട്രാൻസ്ഫോമറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പവർ സെക്ഷൻ കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 ആംപിയർ വരുന്ന ഒരു ബ്രിഡ്ജും അതിൻ്റെ കൂടെ 25 വോൾട്ട് 4700 mFൻ്റെ 4 കപ്പാസിറ്റർ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 27027 പവർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 50 വോൾട്ട് ആൻഡ് 4700 mFൻ്റെ 4 കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു PCBയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 5 ചാനലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് TD7265 IC വെച്ചിട്ടുള്ള ഒരു 5 ചാനൽ ബോർഡാണ്. അതായത് 2 IC നമ്മളിവിടെ ഫ്രണ്ട് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റും അതുപോലെ സറൗണ്ട് റൈറ്റും സറൗണ്ട് ലെഫ്റ്റിനുമായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സെൻറ്റർ ചാനലായിട്ട് നമ്മൾ 7265 IC ബ്രിഡ്ജ് ചെയ്തൊരു ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റിമോട്ട് ഹീറ്റാണ്. യൂണിവേഴ്സൽ എന്ന കമ്പനിയുടെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു 5.1 റിമോട്ട് ഹീറ്റാണിത്. അത്യാവശ്യം നല്ല PCBയിലാണ് ഇത് ചെയ്തു വരുന്നത്. കൂടാതെ ഇതിനകത്ത് സബ് ഫിൽട്ടർ സെക്ഷൻ കൂടി വരുന്നുണ്ട്. PT2351 IC വെച്ചിട്ടുള്ള നല്ലൊരു സബ് ഫിൽട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗെയിൻ കൂട്ടുന്നതിനായി അഡീഷണൽ ഒരു സർക്യൂട്ടും അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ കൂടെ വരുന്ന ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ് ഇത് വരുന്നത്. അത് നമ്മൾ ഈ പാനലിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂടൂത്ത് USB മൊഡ്യൂളാണ്. അത് പകാരി എന്ന കമ്പനിയുടെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണിത്. മുമ്പ് ചെയ്ത ആംപ്ലിഫയറിനെക്കാട്ടിയും കുറച്ചുകൂടി മാറ്റം വരുത്തിയ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. പവർടെക് കമ്പനിയുടെ പുതിയതായിട്ട് ചെയ്ത ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും കൂടിയാണിത്. സബിനായിട്ടൊരു ഹെവി റിലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 30 ആംപിയറിൻ്റെ ഒരു റിലേ ആണ്. അതുപോലെ ചാനൽക്കായും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിലേ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ മുമ്പ് ചെയ്ത ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്തു വരുന്ന പോലെ ഒരു തെർമോസ്റ്റാറ്റും നമ്മളവിടെ എടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്കിൽ തന്നെ ഇതിൻ്റെ സെൻസറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ഹീറ്റാവുന്നതിനനുസരിച്ചാണ് ഇവിടെ ഫാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാനിൽ നിന്നും ഉണ്ടാകുന്ന നോയ്സ് വരുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അടുത്തായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം.